ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയുടെ ഗസ്റ്റ് ഹൗസ് ആണ്. അനഘയെയും മറ്റുള്ളവരെയും ഭയപ്പെടുത്തിയതിനു ശേഷം വിശന്നിട്ട് അടുക്കളയിലേക്ക് കയറുകയാണ് ആതിര. അങ്ങനെ ഓരോ സാധനം തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് ആതിരയുടെ തലയിലേക്ക് അരിപ്പൊടി വീഴുകയാണ്. അതേസമയം പേടിച്ചലറിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അനഘ ആതിരയുടെ ആ രൂപം കണ്ട് ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് ഓടുന്നു. അതേസമയം പുറത്തുനിന്ന് അവന്തിക അകത്തേക്ക് കയറുകയായിരുന്നു. അവന്തികയുടെ നിഴല് കണ്ട് അനഘ പേടിയോടെ നിലവിളിച്ച് ബോധം കെടുകയാണ്. അങ്ങനെ അവന്തിക അനഘയെ തട്ടി വിളിക്കുമ്പോൾ ബോധം വരുന്ന അനഘ അവന്തിക പ്രേതമാണെന്ന് കരുതി അവന്തികയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. ഞാൻ എന്താണെങ്കിലും നിന്റെ കൂടെ വരില്ലടി, എനിക്ക് ഇനിയും ജീവിക്കണം, നീ മറ്റാരെങ്കിലും കൊണ്ടുപോകാൻ നോക്കെന്ന് പറഞ്ഞ് അവന്തികയുടെ കഴുത്തിലെ പിടി മുറുക്കുകയാണ് അനഘ. പെട്ടെന്ന് അനഘയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് അവന്തിക. കുറെ നേരമായി അവൾ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക തൻ്റെ കഴുത്തിൽ കൈവയ്ക്കുമ്പോൾ അനഘ ചോദിക്കുകയാണ്, അയ്യോ ഇത് ചേച്ചിയായിരുന്നു, ചേച്ചിക്ക് എന്തു പറ്റി? നിന്നെയൊക്കെ കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക ദേഷ്യത്തോടെ ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ അവന്തികയെ തന്നെ നോക്കുകയാണ് അനഘ. ഇതെൻ്റെ ചേച്ചിയല്ല, സത്യമായിട്ടും ഇതെൻ്റെ ചേച്ചിയല്ല, ഇത് ചാന്ദിനി തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് അനഘ പേടിയോടെ അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മീരയെയും ആവണിയെയുമാണ്. ആവണി പേടിയോടെ മുറിയിലിരിക്കുമ്പോൾ തലയെല്ലാം ഒരു പുതപ്പിട്ട് പൊതിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മീര വരികയാണ്. മീരയെ കണ്ട് പ്രേതം എന്ന് നിലവിളിക്കുകയാണ് ആവണി. എടി, പ്രേതമൊന്നുമല്ല, നിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് മീര ആവണിയെ സമാധാനപ്പെടുത്തുന്നു. അല്ല, ആതിര ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ എന്ന് മീര പറയുമ്പോൾ ചാന്ദിനിയെ കാണഞ്ഞിട്ട് അമ്മയ്ക്ക് വയ്യേ എന്ന് ആവണി ചോദിക്കുന്നു. എന്താണെങ്കിലും നമുക്കൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് മീര ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫ്രഷായി വന്ന് എല്ലാവരെയും പേടിപ്പിച്ച കാര്യമെല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അർച്ചനയും ആതിരയും. അങ്ങനെ അർച്ചന കോൾ എടുക്കുകയും ആതിര ഇപ്പോൾ മുറിയിലേക്ക് വരുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് പേടിയോടെ ഇരിക്കുകയാണ് രണ്ടാളും. തുടർന്ന് സച്ചി വന്ന് അർച്ചനയെ മുറിയിലേക്ക് വിളിക്കുകയാണ്. ആതിരയോട് മുറിയിലേക്ക് പോകാൻ അർച്ചനയും പറയുന്നു. അർച്ചന സച്ചിയോടൊപ്പം പോയതിനു ശേഷം ആതിര മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന സന്ദീപ് ആതിരയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചി മുറി തുറന്ന് അർച്ചനയുമായിട്ട് അകത്തേക്ക് കയറുന്നതാണ്. ബെഡ്റൂമിലെ ഒരുക്കങ്ങളെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് അർച്ചന. ഇതൊക്കെ എപ്പോൾ സാധിച്ചെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഇതൊക്കെ കുറവായി പോയെന്നും അല്പം കൂടി ആഡംബരമായിരുന്നു ഞാൻ ആഗ്രഹിച്ചതെന്നും സച്ചി പറയുന്നു. എൻ്റെ സച്ചിയേട്ടാ, ഇതൊക്കെ തന്നെ ധാരാളം. ഇത് കേൾക്കുന്ന സച്ചി ഒരു കാര്യം മറന്നെന്ന് പറഞ്ഞുകൊണ്ട് കതകിന് കുറ്റിയിടുകയാണ്. അങ്ങനെ സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുമ്പോൾ മീര അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ച് ഇതുവരെ ആതിര മുറിയിലെത്തിയിട്ടില്ലെന്ന് പറയുന്നു. സ്നേഹയുടെ മുറിയിൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കോള് കട്ട് ചെയ്യുമ്പോൾ സച്ചി പറയുകയാണ്, ചിലപ്പോൾ സന്ദീപിൻ്റെ ഒപ്പം കാണും. ഇത് കേൾക്കുന്ന അർച്ചന ടെൻഷനോടിരിക്കുമ്പോൾ സച്ചി പറയുകയാണ്, താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മളെക്കാളും തിരിച്ചറിവ് അവർക്കുണ്ട്, അവരെന്താണെങ്കിലും തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല. പിന്നീട് കാണിക്കുന്നത് ആതിരയെ കാണാതെ ടെൻഷനോടെ മുറിയിലൂടെ നടക്കുന്ന മീരയാണ്. ഞാൻ എന്താണെങ്കിലും ആതിരയെ പോയി നോക്കിയിട്ട് വരാമെന്ന് മീര പറയുമ്പോൾ അത് വേണ്ടെന്നും ചിലപ്പോൾ ചാന്ദിനി ആൻറ്റി ആതിര ആൻറ്റിയുടെ ദേഹത്തുനിന്ന് പോയിട്ടുണ്ടാവുകയില്ലെന്നും ആവണി പറയുകയാണ്. ഇത് കേട്ട് പേടിയോടെ ആവണിയെ കെട്ടിപ്പിടിച്ച് ബെഡിൽ കിടക്കുകയാണ് മീര. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യ അബ്ദുൽ ഖാദറിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. അതേസമയം മുറിയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചിയും അർച്ചനയും. ഞാൻ കാരണം ഒരിക്കലും സച്ചിയേട്ടൻ്റെ തല താഴുന്ന അവസരം ഉണ്ടാവില്ലെന്ന് അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.